നീ കൊല്ലുമെന്ന് പറഞ്ഞില്ലേ ആ ജഡ്ജിനെ. കോടിക്കണക്കിന് പൈസ വാങ്ങിച്ചു പോയില്ലേ. ചാവാൻ പോകുന്ന ജഡ്ജ്, കൊല്ലാൻ പോകുന്ന ഞാൻ, അകത്താവുന്നത് നീ. ജയിലിനകത്ത്. നീയല്ലേ അത് പറഞ്ഞത്? കണ്ടതല്ലേ സിനിമ? നീ പറഞ്ഞതല്ലേ എന്റെ ഫോൺ ചിപ്പിലുണ്ട്. DVD-ലാക്കി കമ്മീഷണർ ഓഫീസിലെത്തിക്കും. സൂക്ഷിച്ചോ. നിങ്ങൾ ചെയ്ത ടോർച്ചറി കിക്ക് തലയ്ക്ക് പിടിച്ച് ബോധമില്ലാതെ കപ്പലിൽ കയറി പോലൊക്കെ. കപ്പലിൽ തന്നെ ആടാ നീ. കപ്പലിലോ? അപ്പൊ കപ്പലിൽ വെച്ചാണോ നിങ്ങൾ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തത്? ഏയ്, നിങ്ങളെ എല്ലാത്തിനെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കോടാ. പോലീസ് പോലീസ് പോലീസ്. അളിയാ, നീ എന്താണ് വാതിലി വാച്ചുമാരെ പോലെ? അളിയാ, എങ്ങനെ ഇരിക്കുന്നതാ നീ? നിന്നെ കണ്ടപ്പോഴായിരിക്കും ജീവൻ തിരിച്ചു കിട്ടിയത്. നാട്ടിലെ പെങ്ങൾക്ക് സുഖമല്ലേ? നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖമായിരിക്കുന്നോ? എക്സ്ക്യൂസ് മീ, പേഴ്സണൽ മാറ്റർ പ്ലീസ് 2 steps ബാക്ക്. താങ്ക് യു. അളിയാ, നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവരില്ലേ, ഇവരെല്ലാം കൊലയാളികളാ. നീ ഒട്ടും പേടിക്കണ്ട, എന്നെ അങ്ങനെയും രക്ഷിക്കടാ. എന്താടാ എന്ത് പറഞ്ഞാലും ഊന്ന് പറയുന്നത്? എന്താടാ ഇത് വായിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്? പരമദുഷ്ട അളിയനാണോ താൻ? മഹാപാവി. ചോറാണോ അതോ വേറെ വല്ലതാണോ തിന്നെ? തന്നെയൊക്കെ ഒന്ന് കടലിൽ താക്കണം. അങ്ങനെയൊന്നും പറഞ്ഞുകൂടെ, പാപമാണ്. അതെ, എന്റെ മുറപ്പുണ്ടായതുകൊണ്ട് മാത്രമാ തന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചേ. അതിനെന്നെ പൂവിട്ട് പൂജിക്കാൻ വേണ്ടത്. അതിന് വരെ എന്നെ റൗഡികളെ കൊണ്ട് തല്ലിക്കോടാണോ താൻ? ഞാനോ? കവറ പിടിച്ച് കാണിച്ചു തരാന്ന് പറഞ്ഞ് ജിഗിരി തന്ന ദൂത് തന്ന് എന്ന് മാത്രം ചുറ്റിച്ചെന്നറിയാമോ? അയ്യോ, എന്നെ പോലെ തന്നെ ഇന്ന് കരയുന്ന കണ്ടില്ലേ? അതിനാ രക്തമെന്നു എന്ന് പറയുന്നത്. ആ രക്തം പുറത്തിയാടും. എന്താ നീ ജഡ്ജിയാൽ കൊല്ലുമ്പോ എന്നെ സാക്ഷിയാക്കാൻ പോകുന്നു? അയ്യോ, കള്ളം 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 കള്ളം, വിശ്വസിക്കരുത്, കള്ളം. ഞാൻ ഇവിടെ സംസാരിക്കുമ്പോ നീ അങ്ങോട്ടേക്ക് എന്താ പറയുന്നത്? ഇവിടെ ചുറ്റും ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പോലും അറിയാതെ സിനിമയായിട്ട് കാണിക്കുവരെ. എന്നെ മര്യാദക്ക് വിട്ടയച്ചോ, ഇല്ലെങ്കിൽ തന്റെ പെങ്ങളെ ഞാൻ ഒരിക്കലും കെട്ടില്ല. അയ്യോ, അങ്ങനെയൊന്നും പറയരുത്. നീ ധൈര്യമായിട്ടിരിക്കുക, നിന്നെ ഞാൻ വിട്ടയക്കാം. ഒരു മിനിറ്റ് സാർ, എന്റെ പെങ്ങള് നല്ല സുന്ദരിയാ, ഇത്തിരി കറുത്തിട്ടാന്നേ ഉള്ളൂ. അവൾക്ക് ചേരുന്ന ഒരേ ഒരു ചെറുക്കൻ ഇവനാ. ഇവനും കൂടി ഉപേക്ഷിച്ച പിന്നെ അവളെ കെട്ടാൻ ആര് വരാനാ? അതുകൊണ്ട് ഇവനെ എത്രയും വേഗം വിട്ടയച്ചിട്ട് എന്നെ കുറച്ച് കഴിഞ്ഞ് വിട്ടയച്ചാ. ആരാടാ സംസാരിക്കുമ്പോൾ വെള്ളത്തിൽ കല്ലെറിയുന്നത്? അയ്യോ, ഇതെന്താ അളിയൻ കറിയുന്നല്ലോ. അളിയാ, അയ്യോ അയ്യോ, അളിയാ, അയ്യോ, അളിയൻ വെള്ളത്തിൽ വീട്. രക്ഷിക്കണം രക്ഷിക്കണം, അളിയൻ നീന്താ അറിയത്തില്ല. അയ്യോ, രക്ഷിക്കണം. അയ്യോ, ഇതെന്താ രക്ഷിക്കാൻ പറഞ്ഞപ്പോ വെടിവെക്കില്ല. വേണ്ട 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 വേണ്ട, അയ്യോ വേണ്ട, അത് ചെയ്യല്ലേ. എന്റെ അളിയനെ കൊന്നിട്ട് എന്റെ പെങ്ങളുടെ ജീവിതം വഴിയാധാരമാക്കല്ലേ. സത്യമായിട്ടും നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം. എന്ത് പറഞ്ഞാലും അനുസരിക്കാം ഞാൻ. എന്താ പട്ടിയെ പോലെ മോങ്ങുന്നേ? പിന്നെന്താ, കല്യാണത്തിന് പാട്ട് പാടാൻ പോവല്ലോ. അടിച്ച് പല്ലിയാങ്കളെ. പറയേ, ഞാനാരാ? കൊലയാളി. അത് ജഡ്ജിന്. നിനക്ക്? എന്റെ അളിയൻ. എവിടുന്നാ വരുന്നേ? കൊല്ലത്തുനിന്ന്. എന്റെ പേരെന്താ? ഇതുവരെ ഹാദവൻ, ഇനി മുതൽ മുരുകൻ. കൊള്ളാലോ, 6 ഗ്ലാസ് ബാങ്ക് പാല് കുടിച്ചിട്ട് ഇത്രയും ബോധത്തോടെ സംസാരിക്കും. ബാങ്ക് പാലോ? എന്താണെന്നാണല്ലോ പറഞ്ഞത്. ബംഗാളിൽ അതിന് ഒരു ബാങ്ക് പാലെന്ന്. പരമദുഷ്ട, എന്നെ പറ്റി പറഞ്ഞതാ. മുരുക. മുരുകനോ? ഏത് മുരുകൻ? നിന്റെ മച്ചാൻ മുരുകനെ ഓർമ്മപ്പെടുത്തിയതാ. എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാ എന്റെ ഫോൺ ഷിപ്പിലുള്ള നിന്റെ വാക്കും ഷിപ്പിലുള്ള നിന്റെ മച്ചാനും രണ്ടും എന്റെ കസ്റ്റഡിയിലാ. രണ്ടും പുറത്തു വരും. അയ്യ, അതൊക്കെ എന്തിനാ? അല്ല, എന്താ ഇവൻ ഓടുന്ന? പോലീസിനെ കണ്ട് പേടിച്ചിട്ടാ? അപ്പൊ ഒരു പണി കൊടുക്കാം. അയ്യോ വേണ്ട, എന്നെ വിടാൻ പറ, എന്നെ വിടാൻ പറ. മച്ച എനിക്ക് പേടിയാവുന്ന മച്ച വിട്. പോലീസുകാരെ കണ്ട എനിക്കും എന്റെ വീട്ടുകാർക്ക് പേടിയെന്ന് മച്ചാൻ അറിഞ്ഞൂടെ? മച്ച ഇവരെല്ലാം മച്ചാൻ അറിഞ്ഞൂടെ? മച്ച പറ മച്ച, ഇല്ല ഞാൻ ഇപ്പൊ തിരിച്ചു പോകും. മച്ച മുരുക, എന്നെ രക്ഷിക്കണേ. സ്വന്തം അളിയൻ. എന്തിനാ ഇവിടെ വന്നത്? അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യാൻ വന്നത് ഇവിടെ. സാറിന്റെ അടുത്തുനിന്ന് പെർമിഷൻ വാങ്ങിയോ? വാങ്ങിയില്ല. വാങ്ങണം. അവലെ വാങ്ങിയെന്ന്. അല്ലല്ലോ, അലാജോ പെർമിഷൻ ഇയാച്ചേ. അവരെന്താ തെലുങ്കില് സംസാരിക്കുന്നത്? തെലുങ്ക? അവര് സംസാരിച്ച ബംഗാളിയാണെന്ന് അറിയത്തില്ലടാ. മലയാളം അല്ലാതെ വേറൊരു ഭാഷ എനിക്ക് അറിഞ്ഞൂടാ. അവരോട് നിർത്താൻ പറ, അല്ലെ ഞാൻ ഇപ്പൊ പോവും. സാർ, സിംഗ് സാർ, ഏതായാലും ദൈവാദിനെ കൊണ്ട് അവൻ തന്നെ പോകാതെ ഏറ്റു. നിങ്ങൾക്ക് പുണ്യം കിട്ടും അതിന്റെ പേരില്. നോ നോ, he is okay. He got permission. Bring him, bring him. എന്തിനാ എന്റെ കൈരേഖയൊക്കെ എടുക്കുന്നേ? ഇതിലേക്ക് നോക്ക്. ഞാൻ അതെ, ഇതുവഴി പോയി അതുവഴി വാ. മച്ച എനിക്ക് പേടിയാവുന്നു മച്ച, എന്റെ കൂടെ വാ മച്ച. അയ്യോ, ഞാൻ പറയേണ്ടത് ഇവൻ പറയുന്നല്ലോ. പോടാ.
അയ്യോ ശബ്ദം ശബ്ദം. അയ്യോ, check it, check it, check it, check it, one check it. second. ഇപ്പൊ നീ കുടുങ്ങോടാ. അതിലെന്തോ മെറ്റൽ ഡിറ്റക്ട് ചെയ്തല്ലോ. എല്ലാ ബാഗും ചെക്ക് ചെക്ക് എവറിത്തിങ്. സർ ഒരു മിനിറ്റ് സർ, ഇതെല്ലാം എന്റെ മച്ചാന് കൊടുത്തത് സർ. എനിക്കിത് മാത്രം മതി സർ. എന്റെ വീടിന്റെ ചാവി ഞാൻ ഇപ്പോഴും പോയിക്കോളാം സർ. ഓ ചാവിയോ? അതാണ് ബീപ്പ് സൗണ്ട് കേട്ടത്. ഓക്കെ പ്രോബ്ലം ഇല്ല, നിങ്ങൾ അകത്തേക്ക് വെക്കോളൂ. അമ്മേ, മനസ്സിലായി. നിങ്ങളെല്ലാവരും എന്തിനാ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നതെന്ന് മനസ്സിലായി. എന്റെ അളിയൻ വന്നത് നിങ്ങൾക്ക് ഇഷ്ടമായില്ല, അതല്ലേ? അളിയ, നീ തിരിച്ചു പോയിക്കോ, ഞാൻ തന്നെ നിന്ന് പണിയെടുത്തോളാം. മച്ചാ ഏഹ്? ചിപ്പ് ചിപ്പ്. അയ്യോ അളിയ, പോകാൻ ഇഷ്ടമില്ലെങ്കിൽ പോകണ്ട. ഇതിനെന്തിനാ കരയുന്നേ? ഇവിടെ നിന്നോ. ഹലോ, എവിടെയാ? തനിക്ക് എന്തൊക്കെ ജോലി അറിയാം? അത് എന്നോടാണ്. എന്തുവാ ചോദിച്ചേ? ഒന്നുകൂടെ ചോദിക്കുവോ? എവിടുത്തെ ഭാഷ ഇത്? ഇത് കൊല്ലത്തുള്ള ഭാഷ. ഞാൻ ഒരു കുഗ്രാമത്തില്, മച്ചാനങ്ങ് ടൗണില്. അല്ലേ മച്ചാ? അളിയൻ പറഞ്ഞത് ശരിയാണ്. എന്താടാ നീയും അവനെ പോലെ കൊല്ലത്തുള്ള ഭാഷ പറയുന്നേ? അതമ്മേ, നമ്മൾ എവിടെ പോയി സെറ്റിൽ ചെയ്താലും നമ്മളെ സ്വന്തം നാട്ടുകാരെ കാണുമ്പോ സ്വന്തം ഭാഷയിലേ വരൂ. തല്ലിക്കൊന്നാലും മറക്കൂല, അല്ലേ മച്ചാ? തല്ലിക്കൊന്ന പിന്നെ എങ്ങനെയാടാ മറക്കുന്നേ? ശരി, ചോദിച്ചതിന് ഉത്തരം പറ. എന്തൊക്കെ ചെയ്യാൻ അറിയാം? അത് എല്ലാ ജോലി അറിയാം മാഡം. വീട്ടു ജോലി വൃത്തിയാക്കൽ മുതൽ കമ്പ്യൂട്ടർ വരെ നന്നാക്കാൻ എനിക്ക് അറിയാം മാഡം. ഓ, കമ്പ്യൂട്ടർ ഒക്കെ അറിയാമോ തനിക്ക്? ആ, നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പൊ കമ്പ്യൂട്ടറൊക്കെ ചുളുവിൽ കിട്ടുമെന്ന്. സോണി വയോ മുതൽ ആപ്പിൾ വരെ നമ്മുടെ വ്യാഴാഴ്ചത്തിൽ എന്തും കിട്ടും. കമ്പ്യൂട്ടർ വിട, അത് എനിക്കും അറിയാം. ടിവിയിൽ ഏത് പ്രോഗ്രാം എപ്പോഴും കാണുന്നേ? പവർ റേഞ്ചേഴ്സിൽ എന്ത് കളറാണ് നിങ്ങൾക്ക് ഇഷ്ടം? ഹായ്, ജെറ്റിക്സ് ഒക്കെ കാണുവോ? എനിക്ക് പവർ റേഞ്ചേഴ്സിൽ റെഡാ ഇഷ്ടം. എനിക്ക് റെഡാ ഇഷ്ടം. ജാക്കിനെ പോലെ കാണിക്കട്ടെ? ഇഷ്ടായില്ലേ? അവിടെ പോലെ ബുജിമോളെ വിളിക്കുന്നു. ജെറ്റിക്സ് മാത്രം ഇഷ്ടമാണെന്ന് വിചാരിച്ചു. ഡോറ ഇഷ്ടമാണോ? എനിക്ക് ജെറ്റിങ്സ് മുതൽ കുക്കിങ്സ് വരെയും ഡോറയിൽ നിന്നും താര വരെ എല്ലാം ഇഷ്ടമാണ്. എന്താ എന്ത് പറ്റി? എന്റെ ആന്റിയുടെ പേരും താരയെന്നാ. ആന്റിനെ ഇഷ്ടമാണോ? അയ്യോ സോറി മാഡം. ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ. കുക്കിങ്ങിൽ നിനക്ക് എന്തൊക്കെ അറിയാം? എസ്പെഷ്യലി ഉണ്ണിയപ്പം ഉണ്ടാക്കാമോ? എന്ത് ചോദ്യമാ? ഒരു കപ്പ് അരി എടുത്ത് അരച്ച് അല്പം പുളിച്ച തേങ്ങാവെള്ളം ചേർത്തിളക്കി 3 മണിക്കൂർ കഴിഞ്ഞെടുത്ത് അപ്പച്ചട്ടിയിൽ ഒഴിച്ച് ചുട്ടെടുത്താല് വെള്ളയപ്പം. അത് തന്നെ അതിൽ കുറച്ച് പഴവും ചെവിടി ശർക്കരയും ചേർത്തി വിട്ട ഉണ്ണിയപ്പം. അത്രേ ഉള്ളൂ. പറഞ്ഞപ്പോ തന്നെ നാവിൽ വെള്ളം മൂടുന്നു. നീ നാളെ തന്നെ ചുട്ടു തരണം. അതിനെന്ത്, ഇന്ന് തന്നെ ചുടാലോ, അല്ലേ മച്ചാ? എന്തിനാടാ ഇത്ര ധൃതി പിടിക്കുന്നത്? കുറച്ച് സാവകാശം ചൂടാ. ബാനർജി, അവൻ അത് ചുട്ടു തരാന്ന് പറയുമ്പോ നിനക്കെന്താ പ്രശ്നം? ഏയ്, എപ്പ നോക്കിയാലും ഭക്ഷണത്തെ കുറിച്ച് സംസാരം. അതുകൊണ്ടാ തിന്ന് ചക്കയപ്പം പോലെ ഇരിക്കുന്നേ. അങ്ങനല്ലമ്മേ, എത്ര തിന്നാലും അരമണിക്കൂർ നേരം കൈയും കാലും നീട്ടി യോഗാസനം ചെയ്ത ശരീരം തന്നെ മെലിഞ്ഞോളൂ. ഓ, യോഗാസനമൊക്കെ അറിയാമോ? എന്താ ഇതാ നോക്ക്. ഇത് ശിരസാസനം, ഇത് മയൂരാസനം, ഇതൊരു കാലുപൊക്കിയ ചക്രാസനം, ഇത് വീരഭദ്രാസനം, കാലുപൊക്കി ഇങ്ങനെ വെച്ച ചക്രാസനം, ഇത് ചന്ദ്രാസനം, ഇത് സർവാംഗാസനം, ഇത് ഹലാസനം, പിന്നെ കർണപീഠാസനം, ഇത് ഒരു കൈ പൊക്കിയ കൂർമാസനം. ഇതെല്ലാം എവിടുന്നാണ് നീ പഠിച്ചേ? മിസ്റ്റർ ബ്രഹ്മചാരിയിൽ നമ്മുടെ ലാലിട്ടൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അമ്മയ്ക്ക് അത് അറിയാതിരിക്കില്ലല്ലോ. ലാലിന്റെ പടങ്ങൾ എനിക്ക് മറക്കാൻ പറ്റുമോ? അദ്ദേഹത്തെ കണ്ട് എന്റെ അച്ഛൻ പഠിച്ചു, അച്ഛനെ കണ്ട് ഞാനും പഠിച്ചു. എന്താ മമ്മൂട്ടിയുടെ അടുത്ത് ഒന്നും പഠിച്ചില്ലേ നീ? അതാണ് അവനിപ്പം ചെയ്തോണ്ടിരിക്കുന്നേ. അപ്പം മമ്മൂട്ടിയെ പോലെ നല്ലോണം അഭിനയിക്കൂലോ? അയ്യോ, അതൊന്നും എനിക്ക് ഇതിൽ അറിയത്തില്ല. നന്നായി അവൻ അഭിനയിക്കാനാ. പിന്നെ നീ വന്നപ്പോ ഒരു മീൻ കൊണ്ടുവന്നില്ലേ? അത് ചുട്ടാ തല എനിക്ക്. ചുട്ട തല മാത്രം കിട്ടില്ലല്ലോ. വെട്ട് തല മാത്രം കിട്ടുമല്ലോ. എന്താ മച്ചാ, വെട്ടല്ലേ? എന്തിനാടാ എന്നോട് ചോദിക്കുന്നത്? നീ തന്നെ എന്തെങ്കിലും ചെയ്ത് തോലയ്ക്ക്.